ബാക്കി സ്ക്രീനിലുള്ള ബാക്കി എല്ലാ വിൻഡോകളിലും ആവേശത്തിന്റെ പരകോടി. അത് പേരൂർക്കടയാണ് അതിന്റെ പരമ ടോപ്പിലേക്ക് നിൽക്കുന്നത്. താനൂര് തവനൂർ അടക്കമുള്ള സ്ഥലങ്ങൾ ഡി ജെ പാർട്ടികൾ, അവിടെ മണിസിക്കാപ്പനാണോ അല്ല മണിസിക്കാപ്പനല്ല, അങ്ങനെ സ്ഥാനാർത്ഥികളൊക്കെ അവിടെ നിൽക്കുന്നു. അങ്ങനെ പേരൂർക്കട തന്നെയാണ് എല്ലാ തവണ എത്തതുപോലെ പേരൂർക്കടയ്ക്ക് ഒരു പടി മുന്നിൽ. അത് ഐറ്റം വേറെ എന്ന് പറയുന്ന പോലെ പേരൂർക്കട വേറെ ലെവലാണ്. ആ ലെവലിൽ പേരൂർക്കട നിൽക്കുന്നുണ്ട്. താനൂരും അടക്കമുള്ള മലബാർ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള അവസാന മണിക്കൂറുകളിലേക്ക് എത്തും. ഇനിയിപ്പോൾ ഷാർപ്പ് 2 മണിക്കൂർ മാത്രമാണ്. The final 2 hours of പരസ്യ പ്രചരണം to complete. ഇംഗ്ലീഷ് കൈവിട്ടു പഴയതുപോലെ ഇംഗ്ലീഷ് നിൽക്കുന്നില്ല. എന്താ പ്രശ്നം എന്നറിയില്ല. ഓക്കെ, കൊട്ടിക്കലാശിന്റെ നിമിഷങ്ങളായതുകൊണ്ടായിരിക്കും അലകടലോളം ആവേശമെന്ന് നമ്മുടെ ഗ്രാഫിക്സുകാർ പറയുന്ന പോലെ ഈ കേരളത്തിന്റെ ആകാശത്ത് കൊട്ടിക്കലാശത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കാൻ പോകുന്നു. നമുക്കറിയാം പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധമൊന്നും ഇപ്പം നമുക്ക് പ്രശ്നമല്ല. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 5 കൊല്ലക്കാലം ആര് ഭരിക്കും എന്ന് തീരുമാനിക്കപ്പെട്ട തിങ്കളാഴ്ചയിലായിരിക്കും. അതിൻ്റെ റിസൾട്ട് വരുന്ന മെയ് 4-ാം തീയതിയിലാണെങ്കിൽ പോലും പോളിംഗ് ബൂത്തിൽ നമ്മുടെ ജനങ്ങൾ വിധി എഴുതുക അടുത്ത മാസമാണ്. ഇപ്പോൾ കളമശ്ശേരി പി രാജീവും ഒക്കെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ഏറ്റുമുട്ടുന്ന പി രാജീവ് ഒക്കെ ഏറ്റുമുട്ടുന്ന സ്ഥലത്തു നിന്നുള്ള കളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളമശ്ശേരിയിലെ കൈകൊട്ടികളി. അതെന്താ കൈകൊട്ടിക്കളി? തിരുവാതിരയോ? കാശ്മീർ പഠിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ ഈയിടയ്ക്ക് ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. നമ്മുടെ ആറാട്ടെണ്ണ എന്ന് പറഞ്ഞത് നമ്മുടെ തമ്മിൽ വന്നിരുന്നു. ആറാട്ടെണ്ണന്റെ കാര്യം അറിയാതെ ഓർത്തുപോയി. അണ്ണൻ വീട്ടിലിരുന്നപ്പോൾ ടെൻഷൻ ആവുന്നുണ്ടാവും. വീറോടെ വാശിയോടെ അവസാന മണിക്കൂറിൽ കൊട്ടിക്കലാശം അങ്ങനെ കസറാണ്. അവിടെ സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. ഇനി 2 മണിക്കൂർ മാത്രമാണ് ബാക്കി. എല്ലാ സ്ഥലങ്ങളിലും ആവേശത്തിന്റെ പരകോടിയിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും റോഡ് ഷോ ആയി സ്ഥാനാർത്ഥികൾ എവിടെയാണോ കൊട്ടിക്കലാശത്തിന്റെ സംഗമഭൂമി അങ്ങോട്ടേക്ക് സ്ഥാനാർത്ഥികൾ എത്തുകയാണ്. അത് കേവലം ആവേശം മാത്രമല്ല, മുന്നണികൾക്ക് ഗ്രൗണ്ടിൽ നിശബ്ദ പ്രചരണം തലേന്നാൾ തങ്ങൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ളതിന്റെ ഒരു ശക്തി പ്രകടനം, ഒരു മൈറ്റിന്റെ പ്രകടനം കൂടിയാണ് ഗ്രൗണ്ടിൽ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.